അവനില്ലെങ്കിലും ഒന്ന് ആലോചിച്ച്. ഈ രോമത്തിന്റെ തൊട്ട് മേളില് 2 വൈബ്രേറ്റർ ഇരിപ്പുണ്ട്, അവനില്ലെങ്കിലും ഒന്ന് ആലോചിച്ച്. ഇവിടെ ടോൺസിൽ, ഇവിടെ എന്താ പറയുന്ന സൈനസ് ഇരിപ്പുണ്ട്, ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച്. ഇവിടെ ഇത്രയും സ്ഥലം കൊണ്ട് 10,000 മേല് മണം തിരിച്ചറിയാൻ പറ്റുന്ന മണം കൊണ്ടാക്കുന്ന സാധനം വരെ ഇവിടെ ഇരിക്കും. അറിയോ? കണ്ണുനീരില്ലാതെ നിങ്ങളുള്ള ഗതി ഒന്ന് ആലോചിച്ച്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാരും? അത് നിങ്ങളൊന്നും ആലോചിക്കത്തില്ല. അതൊക്കെ അതിന്റെ ജോലി സമയാസമയങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും അറിയുന്നില്ല. ഇതിനെയൊക്കെ ഇട്ടാണ് കഷ്ടപ്പെടുത്തുന്നത്. ഇതിനകത്തൂടെയൊക്കെയാണ് ഓരോരോ പിന്നെ എന്താ പറയുന്നത് കോപ്രായങ്ങൾ കാണിക്കുന്നത്. വല്ലവനും പറയുന്നത് കണ്ണെഴുതിയാൽ അവന്റെ ഹേമമാലിന്റെ കണ്ണ് ശരിയാവുന്ന പോലെ എന്റെ കണ്ണ് ശരിയാവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ നിങ്ങൾ അന്വേഷിക്കില്ല. എന്തു വെച്ചാൽ ഉണ്ടാക്കിയെന്ന്. പണ്ട് നമ്മൾ നാരങ്ങയും വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് കരി വെച്ചിട്ട് മേലെ ഇങ്ങനെ തട്ട് വെച്ച് ഉണ്ടാക്കിയിരുന്ന അന്ന് ഒരാക്കളെയും കണ്ണുപോയിട്ടില്ലായിരുന്നു. ഇത്രയും കണ്ണാടി അന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ആരൊക്കെയോ പറയുന്നു കേട്ടുന്ന ആരുടെയൊക്കെ അവരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ആര്? കമ്പനിക്കാരൻ. അവരെ നിയന്ത്രണത്തിൽ പോയി കഴിഞ്ഞാൽ ഇനി കൂടുതലാണെന്ന് നിങ്ങളിങ്ങനെ രൂപ നേരെ പോകില്ല, നമ്മുടെ മക്കളും പോകില്ല. കമ്പനിക്കാരൻ പറയുന്നത് അവനവൻ. കാരണം ബോൺമിറ്റൊക്കെ ഉണ്ടാക്കുന്നവൻ തന്നെയാണ് വണ്ണം കുറയ്ക്കുന്ന മരുന്നുണ്ടാക്കുന്നതും. അത് നിങ്ങൾക്കറിയില്ല. കൊച്ചുങ്ങൾക്ക് ആദ്യമേ വണ്ണം കൂട്ടും, പിന്നെ കുറയ്ക്കാനുള്ള മരുന്ന് അവന്റെ റെഡിയാ. ആ ഹോർമോൺ ഇട്ടുകൊണ്ടാണ് അവൻ ചെയ്യുന്ന പരിപാടി. അത് നോക്ക്. കാരണം ഈ കോഴിക്കൊക്കെ കൊടുക്കുന്ന ഹോർമോൺ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കുന്നത്. ബോൺമിറ്റ എന്ന് പറയുന്ന സാധനത്തിന്റെ അർത്ഥം അറിയോ? ബോണടിക്കും മിറ്റ സമം ബോൺമിറ്റ. എല്ല് പൊടിച്ച പൊടിയാണ് സാധനം. ബേസ് ആരെങ്കിലും അറിയോ? എല്ലുപൊടി എള്ളല്ല, എല്ല് കഴിഞ്ഞാൽ എന്താ പറയുക? അസ്ഥി ബോൺ അധികം മിറ്റ സമം ബോൺമിറ്റ. അതാണ് ഇതിന്റെ അർത്ഥം. ഈ വിറ്റാമിൻ നാം നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൃത്രിമമായ വിറ്റാമിനും നമ്മുടെ ശരീരത്തെ എടുക്കൂല. നിങ്ങൾ ആദ്യം അത് പഠിച്ചു വെക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരെണ്ണം എടുക്കില്ല. നിങ്ങൾ ഈ വിറ്റാമിൻ നമ്മൾ കഴിക്കുന്നില്ലേ, ഒരെണ്ണം പോയി എടുക്കുന്നില്ല. ഇതൊക്കെ തിരിച്ചാ പല നടക്കുന്നേ. കെമിക്കലാണ്. നിങ്ങൾ പറയുന്നത് അയൺ ടാബ്ലറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയൺ കിട്ടാനായിട്ട് മുരിങ്ങയില കഴിക്കുന്നതിന് പകരം അയൺ പൊടിച്ച് കഴിച്ചാൽ മതിയെന്ന് പറയുന്ന സംസ്കാരത്തിനാണ് നമ്മൾ നിൽക്കുന്നത്. നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് പകരം സിട്രിക് ആസിഡിന്റെ പരലുകളിലേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുന്ന സംസ്കാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് അനുവദനീയവുമാണ്. മതിയോ? നാരങ്ങ വെള്ളത്തിന് പകരം സിട്രിക് ആസിഡിന്റെ പരലാണ് ഇപ്പം തരുന്നതാണ്ട. ഇതാണ് സിട്രിക് ആസിഡിന്റെ പരല്. 100 നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ 9 രൂപ മതി. അല്ലേ? എന്നാ പിടിച്ചേ, നാരങ്ങ വെള്ളമാണോ നോക്കിയോ, ഒന്ന് നക്കി നോക്കിയേ. പുളി ഉണ്ടോ നോക്ക്. വേണ്ട. 100 നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ 9 രൂപ കേസേ ഉള്ളൂ. അല്ലല്ല, ഇതല്ല, അത് അജിനോമോട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചിക്കനകത്തിരുന്ന ചോദിച്ചു. ചായക്കകത്തിനാലോ? ചായക്കകത്തിരുന്ന അജിനോമോട്ടോ എന്തെങ്കിലും ഉണ്ട്. പിന്നെ കാണിച്ചില്ല. ചായക്കകത്ത് ചില ഹോട്ടലിൽ കയറിയപ്പോ സ്പെഷ്യൽ ചായ വരുന്നുണ്ടില്ലേ, നമ്മുടെ ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്തൊരു ടേസ്റ്റ്. അതുണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇത് ചൈനീസ് സാൾട്ട് അല്ല. അതിന് ചൈനീസ് സാൾട്ട് എന്ന് പറയുന്നതാണ് ഈ അജിനോമോട്ടോ. അതിന്റെ പേര് പറഞ്ഞുതരാം ഞാൻ. അതിന്റെ കെമിക്കലിന്റെ പേരും പറഞ്ഞുതരാം. കാര്യം മനസ്സിലായോ? ആ സംസ്കാരത്തിലേക്ക് നമ്മൾ പോവാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്ന കൊച്ചിന് അത് പിന്നെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്നത് ഇല്ലേ? ഇതൊന്നും കൊടുക്കാതെ. പണ്ട് ഇതൊക്കെ കഴിക്കാതിരുന്നപ്പോ നമുക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കളഞ്ഞു. ഒരു ചക്കയുടെ കരിന്തൊലി മാത്രം വെട്ടിയിട്ടാണ്, കരി മാത്രം, മുള്ളു മാത്രം വെട്ടിയിട്ട് മടൽ ഉൾപ്പെടെ വരഞ്ഞ് അതിനകത്ത് കുരു എടുത്ത് കുത്തിക്കളഞ്ഞിട്ട് അവിച്ച് തിന്ന, പൂഞ്ഞ് സഹിതം അവിച്ച് തിന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇന്ന് ചക്ക കണ്ടാൽ നിങ്ങളൊക്കെ വേദന എടുക്കും. കൊടുക്കും. സാറിന് എടുക്കുന്നില്ലായിരിക്കും, അവർക്കൊക്കെ എടുക്കും. ചക്ക എന്ന് പറയുമ്പോൾ വേദന എടുക്കും അല്ലേ? ശരിയല്ലേ? പറ്റാ. പിന്നെ ചേമ്പിന്റെ തണ്ട്, മുരിങ്ങയില, ചീര, കൊഴുപ്പ, സാമ്പാർ ചീര, മുള്ളൻ ചീര, പിന്നെ ചേനത്തണ്ട്, മുട്ടയുടെ പിന്നെ മത്തങ്ങയുടെ തോട് അല്ലേ? മത്തങ്ങയുടെ തോട്. പിന്നെ എന്തുവായിരുന്നു ഇത്? വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, വാഴയുടെ പൂവ്, മത്തങ്ങയുടെ പൂവ്, മത്തയുടെ ഇല, ചൊരക്കയുടെ ഇല, പിന്നെ ചേനയുടെ ഇലയല്ല, ചേനയുടെ തണ്ട്. ആ തണ്ട് അങ്ങനെയല്ല, ഈ തണ്ടില്ലേ കുട പോലെ നിൽക്കുന്നതിന്റെ താഴേക്ക് തണ്ട്, അത് 2 എണ്ണം 3 എണ്ണം ഒക്കെ ചെന വരുമ്പോ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കി കഴിഞ്ഞ് മുറിക്കും. അവിടെ ഞാൻ അരിച്ച് തിന്നിട്ടുള്ളതല്ലേ. ഇപ്പോഴും കിട്ടും. നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മക്കളെ നിങ്ങൾ വളർത്തിയെടുത്ത് ഇങ്ങനല്ലേ? ബോയിലർ ചിക്കനായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വരുന്നത്.
ചേമ്പിന്റെ ഇല ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിന് വട ഉണ്ടാക്കിയെടുത്ത് തിന്നു കഴിഞ്ഞാൽ കുടലിനകത്ത കൃമികൾ വരെ ലൂസ് വയറിനകത്തുനിന്ന് മോഷൻ ശരിക്കും പോകും. അതിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഒതുകൂടെ കഴിക്കുക. ആ ചക്ക നിങ്ങൾ തമ്പുരാന്റെ സൃഷ്ടിയും കൂടെ ഒന്ന് നോക്കിക്കോളൂ. ചക്കയുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നത്? വയറിന്റെ അണക്ക അല്ലേ? അത് വയറിനുള്ളതാണ്. തമ്പുരാന്റെ സൃഷ്ടി നോക്കിക്കോളാം. നിങ്ങൾ ഓരോന്നും പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്റെ ഷേപ്പ് നോക്കിക്കോളൂ. ചക്കയുടെ ഷേപ്പ് ഉണ്ട? ചക്കണക്ക് എങ്ങനെയല്ലേ? വയറിനണക്കല്ലേ? അത് വയറിനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ വാഴപ്പിണ്ടി കണ്ടിട്ടുണ്ട? അതിനകത്ത് നിങ്ങളൊരു നൂല് വരും കണ്ടിട്ടുണ്ട? അത് മുടിയുടെ കണക്കായിരിക്കും. അത് മുടിക്ക് വെള്ളം. വയറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തലമുടിക്ക് മുടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വാഴപ്പിണ്ടി നീരും ഇച്ചിരി മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി. ഇപ്പൊ വരുന്ന പാക്കറ്റിന്റെ പുറത്തെല്ലാം മഞ്ഞപ്പൊടിന്ന്. അത് മഞ്ഞളല്ലത്. അതാ എടുത്തു പറഞ്ഞത്. സംശയം ഉണ്ടോ? എഴുതി നോക്കിക്കോളൂ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി എടുത്ത് നോക്കൂ. മഞ്ഞൾപ്പൊടി എന്നല്ല, മഞ്ഞപ്പൊടി എന്നാണ്. അവൻ നാളെ കോടതി പോയാലും കൂടെ അവൻ പറയും, നോക്ക് ഞങ്ങൾ എഴുതിയിട്ടില്ല, ഇത് മഞ്ഞപ്പൊടിയാ. തലമുടി കൊഴിച്ചിലിന് ഒരു ഗ്ലാസ് വാഴപ്പിണ്ടി നീരിനകത്ത് ഇങ്ങനെ ഒരു നുള്ള് മഞ്ഞളും പൊടിയും കൂടി ഇട്ടിട്ട് കലക്കി കുടിക്കും. ആ വെള്ള അതിന്റെ ഷേപ്പ് അതും കൂടെ നോക്കണം. നമ്മുടെ സ്റ്റൂളിന്റെ ഷേപ്പാണ്. മലശോധന കുറവുണ്ടെങ്കിൽ ഈ വാഴപ്പിണ്ടി നീര് കഴിച്ചാൽ മതി. കണ്ട കണ്ണിന്റെ ഷേപ്പ് നെല്ലിക്കണക്കല്ലേ ഇരിക്കുന്നത്. ആണോ? പല്ല് മാതള നാരങ്ങ. ഇത് ഒരു ചെറിയൻ. നമ്മുടെ മുയൽ ചെറിയൻ അല്ലെങ്കിൽ ഒരു ചെറിയെന്ന് പറയത്തില്ല, അത് ചെറിയ കണക്കായിരിക്കണം. പിന്നെ ചങ്കലം പറണ്ട ഇങ്ങനെ ആയിരിക്കുന്നത്. അതിങ്ങനെ വള്ളി പോലെ പടന്ന് നടക്കുന്ന ഒരു തണ്ടാണ് ചങ്കലം പറണ്ടേ എന്ന് പറയും. പെരണ്ട്. അത് തന്നെ. അത് ചൊറിയുന്ന ചെവി. അതൊരിക്കലും ചെവിക്ക് ഒരു ചെറിയൻ അല്ലെങ്കിൽ മുയൽ ചെറിയൻ. അത് തന്നെ. വയറ് കടിക്ക്, വയറ് നോക്ക്, വയറ് നോവിന്, ആസ്മയ്ക്ക് ഒക്കെ കൊടുക്കും. പക്ഷേ ജോയിന്റ് പെയിൻ എവിടെയുണ്ടെങ്കിലും അതിന്റെ നീരെണ്ണ കാച്ചി തോച്ചു കഴിഞ്ഞാൽ അപ്പ പോകും ജോയിന്റ് പെയിൻ. പറണ്ട. അതിന്റെ ഷേപ്പ് തന്നെ ഇരിക്കുന്ന ജോയിന്റിന്റെ കണക്കാണ്. എണ്ണ കാച്ചണം. ഒരു കിലോ എണ്ണ കാച്ചി എപ്പോഴും ശ്രദ്ധിക്കണോ? 1 കിലോ എണ്ണയ്ക്ക് ഈ 1 കിലോ ഇതിന്റെ നീരും കുടിക്കണം. ജോയിന്റ് പെയിൻ അല്ലേ? അടുത്തത്, നിങ്ങൾ ഏത് സൈറ്റും എടുത്തു നോക്കിയോ തമ്പുരാന്റെ സൃഷ്ടി പോലും തലയോട്ടിയുടെ കണക്കാണ് കൊടകൻ ഇരിക്കുന്നത്. കൊടകൻ മുത്തള് തലയോട്ടിയുടെ കണക്കായിരിക്കുന്നത്. കൊടകൻ അറിഞ്ഞൂടാ? മുത്തള് അതിന് അത് തിരിച്ചു വെച്ചാൽ തലയോട്ടിയുടെ കണക്കായിരിക്കണേ. അതിന്റെ ഞരമ്പ് കണ്ടോ? തലച്ചോറിന് കണക്കായിരിക്കണേ. അതിന്റെ വര മുത്തൽ അല്ലെങ്കിൽ പിന്നെ കൊടകൻ അല്ലെങ്കിൽ ബ്രഹ്മി. അതിന് കരബ്രഹ്മി എന്നും കൂടി പേരുണ്ട്. ഇത് ബ്രഹ്മിയാന്ന് പറഞ്ഞോണ്ട്. അത് തന്നെ കണ്ടോ?